ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തിന്റെ വൻ തേരോട്ടം. 243 സീറ്റുകളിൽ 200-ലേറെ സീറ്റുകൾ നേടിയാണ് സഖ്യം ചരിത്ര വിജയം നേടിയത്. 90-ലേറെ സീറ്റുകളിൽ വിജയിച്ച BJP-യാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. അതേസമയം മഹാസഖ്യം തകർന്നടിഞ്ഞു. 30ഓളം സീറ്റുകളിലേക്ക് സഖ്യം ഒതുങ്ങി. ശക്തി കേന്ദ്രങ്ങളിൽ പോലും കനത്ത തിരിച്ചടിയാണ് RJDക്ക് നേരിട്ടത്. 2 അക്കം കടക്കാൻ കോൺഗ്രസിനുമായില്ല. BJP ആസ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഇപ്പോൾ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആന്റണി ജസ്റ്റ് ജോർജ് വിവരങ്ങൾ നൽകുന്നു. തീർച്ചയായും ബീഹാറിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ അടക്കം അട്ടിമറിക്കുന്ന അല്ലെങ്കിൽ അതെല്ലാം കടന്നുള്ള ഒരു വലിയ വിജയമാണ് NDA സഖ്യത്തിന് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. 243 സീറ്റുകളിൽ 200-ലേറെ സീറ്റുകൾ നേടിയാണ് BJP JDU അടങ്ങുന്ന NDA സഖ്യം ബീഹാറിൽ തുടർച്ചയായ 2ാം തവണയും അധികാരത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എല്ലാ മേഖലകളിലും വലിയ മുന്നേറ്റം NDA സഖ്യത്തിന് ഉണ്ടായി. കഴിഞ്ഞ 101 സീറ്റുകളിലാണ് ഇത്തവണ BJP അവിടെ മത്സരിച്ചത്. ഈ 101 സീറ്റുകളിൽ 90 BJPക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ BJP-യാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ അത് RJD ആയിരുന്നു, 2ാം സ്ഥാനത്തായിരുന്നു BJP ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ 90-ലേറെ സീറ്റുകൾ നേടിയാണ് BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. JDU-വിനും വലിയ മുന്നേറ്റമാണ്. കഴിഞ്ഞ തവണ 43 സീറ്റുകൾ മാത്രമാണ് നിതീഷ് കുമാറിന്റെ JDU-വിന് നേടാൻ കഴിഞ്ഞതെങ്കിൽ ഇത്തവണ അത് 80-ന് മുകളിലേക്ക് ഉയർത്താൻ JDU-വിനും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ ചിരാഗ് പാസ്വാനെ കൂടെ നിർത്തിയ BJP-യുടെ തന്ത്രവും ഫലിച്ചിരിക്കുന്നു. അവരും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരും ഈ കാര്യത്തിൽ ഈ NDA-യുടെ ഈ മാന്ത്രിക സംഖ്യ കടക്കുന്നതിൽ ആ നേട്ടത്തിൽ ചിരാഗ് പാസ്വാന്റെ LJP-യും വലിയ പങ്ക് വഹിച്ചു. അതുപോലെ തന്നെ ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടിയും ഇക്കാര്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതും NDA-യുടെ വിജയത്തിന്റെ തിളക്കം കൂട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. ഏതായാലും വലിയൊരു പ്രതികൂലമായ സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ NDA സഖ്യം നേരിട്ടത്. പ്രത്യേകിച്ച് ഈ സർക്കാർ വിരുദ്ധ വികാരങ്ങളൊക്കെ ഉണ്ടാകും. 20 വർഷത്തോളമായി ഒരു മുഖ്യമന്ത്രി ബീഹാറിൽ ഭരിക്കുകയാണ്. അപ്പോൾ ആ മന്ത്രിക്കെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും എന്നതടക്കമുള്ള പ്രതീക്ഷയിലൂടെയാണ് പ്രതിപക്ഷം പ്രചരണം നടത്തിയത്. മാത്രമല്ല ഈ തൊഴിലില്ലായ്മ അടക്കമുള്ള വലിയ വിഷയങ്ങൾ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, അതുപോലെ തന്നെ ഈ വോട്ട് ചോരി ആരോപണങ്ങൾ അടക്കം വിവിധ ആരോപണങ്ങൾ ഉയർന്ന ഒരു ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ NDA സഖ്യം നേരിട്ടതെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അതൊന്നും ആ പ്രചരണങ്ങളൊന്നും ഏശിയില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് വിധിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു വലിയ പിന്തുണ NDA സഖ്യത്തിന് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ഈ 2 ഘട്ടങ്ങളായി നടന്ന വോട്ടെടുപ്പിൽ കണ്ടതാണ്. എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും സ്ത്രീകളുടെ വലിയ ഒരു നിരയുണ്ടായിരുന്നു. ആ സ്ത്രീ വോട്ടർമാരെല്ലാം BJP-ക്കും JDU-വിനും അനുകൂലമായ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ സാമ്പത്തിക സഹായം അടക്കം നൽകുന്ന പദ്ധതികൾ, സ്ത്രീകൾ ക്ഷേമ പദ്ധതികളൊക്കെ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ബീഹാർ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതെല്ലാം ഫലം ചെയ്തിരിക്കുന്നു. അങ്ങനെ സ്ത്രീ വോട്ടർമാർ BJP-യുടെ NDA-യുടെ ഈ മിന്നുന്ന വിജയത്തിന് ഒരു വലിയ സ്വാധീന ശക്തിയായി മാറി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ഈ RJD-യുടെ ശക്തി കേന്ദ്രങ്ങളായ അല്ലെങ്കിൽ RJDക്ക് കുറേ കാലങ്ങളായി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വോട്ട് ബാങ്കായ യാദവ വോട്ടുകളിൽ പോലും BJPക്ക് മുന്നേറ്റം കുറിക്കാൻ കഴിഞ്ഞു. അതേസമയം മഹാസഖ്യം നമുക്കറിയാം, ബീഹാർ ഈ SIR-മായി ബന്ധപ്പെട്ട് വലിയ പ്രചരണമാണ് അവർ നടത്തിയത്. രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ തേജസ്വി യാദവും ഈ സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലൂടെയും കടന്ന് വലിയ ഒരു യാത്ര, വോട്ടർ അധികാർ യാത്ര നടത്തിയതാണ്. ആ യാത്രയിലൊക്കെ വലിയ രീതിയിലുള്ള ജനക്കൂട്ടമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം തേജസ്വി യാദവ് ഒറ്റയ്ക്ക് യാത്ര നടത്തുന്ന കാഴ്ച കണ്ടു. അതിനുശേഷം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ അവർ പറഞ്ഞത് എല്ലാ യുവാക്കൾക്കും, ഒരു വീട്ടിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകും എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സർക്കാർ വിരുദ്ധ പ്രചാരണങ്ങളൊക്കെ നടത്തിയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ തകർന്ന നിലയിലേക്ക് RJD എത്തി എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 75
സീറ്റുകളാണ് അവർക്ക് നേടാൻ കഴിഞ്ഞതെങ്കിൽ ഇത്തവണ അത് 25 സീറ്റുകളിലേക്ക് ഒതുങ്ങി. അതുപോലെ തന്നെ കോൺഗ്രസ് കഴിഞ്ഞ തവണ 19 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ ഇത്തവണ അവർക്ക് 5 സീറ്റുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് മറ്റൊന്നുള്ളത്. അതുപോലെ തന്നെ CPIML അവിടെ വലിയ ഒരു സ്വാധീനമായിരുന്നു മഹാസഖ്യത്തിൽ. 12 സീറ്റുകളോളം അവർ കഴിഞ്ഞ തവണ നേടിയതാണ്. പക്ഷെ അവർക്ക് ഇത്തവണ ഒരു സീറ്റാണ് നേടാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ CPIM-ഉം ഒരു സീറ്റ് നേടിയപ്പോൾ കഴിഞ്ഞ തവണ സീറ്റുണ്ടായിരുന്ന CPIക്ക് ഇത്തവണ സീറ്റ് ഒന്നും തന്നെ ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് RJD അവരുടെ എല്ലാ ശക്തി കേന്ദ്രങ്ങളിലും വലിയ രീതിയിലുള്ള BJP-യുടെ JDU-ൻ്റെയും കടന്നുകയറ്റമുണ്ടായി. അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ജാതി സമവാക്യമൊക്കെയാണ് ബീഹാറിൻ്റെ ഈ ഫലങ്ങളെയൊക്കെ നിർണ്ണയിച്ചിരുന്നതെങ്കിൽ അത് മാറി മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് RJDക്ക് ഒപ്പം എപ്പോഴും നിൽക്കുന്നത് ഈ ന്യൂനപക്ഷ RJDക്കും കോൺഗ്രസിനും ഒപ്പം നിൽക്കുന്നത് ന്യൂനപക്ഷങ്ങളും അതുപോലെ തന്നെ ഈ യാദവ വോട്ടുകളുമൊക്കെയാണ് അവരുടെ ഉറച്ച വോട്ടുകൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ യാദവ മേഖലകളിലടക്കം BJP-യുടെ കടന്നുകയറ്റമുണ്ടായി. അതേസമയം സീമാഞ്ചൽ മേഖല, അത് മുസ്ലിം ന്യൂനപക്ഷ മേഖലയാണ്. അവിടെ കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുള്ള വലിയ സ്വാധീനമുള്ളൊരു മേഖലയാണ്. അവിടെ 5 സീറ്റുകളിലാണ് ഈ അസ്രുദ്ദീൻ ഒവൈസിയുടെ മജ്ലിസ് പാർട്ടി വിജയിച്ചത്. അവരവിടെ ഒരു നിർണായക സ്വാധീനമായി മാറിയതോടുകൂടി അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറുന്ന സാഹചര്യവും ഉണ്ടായി. അതുപോലെ തന്നെ പ്രശാന്ത് കിഷോർ ഒരു സീറ്റും നേടിയില്ലെങ്കിൽ പോലും പ്രശാന്ത് കിഷോറും ഈ RJD കോൺഗ്രസ് സഖ്യത്തിൻ്റെ വിജയത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ആയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ബീഹാറിൽ BJP വലിയ ഒറ്റകക്ഷി ആയെങ്കിലും നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രി ആകുമെന്ന കാര്യമാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. BJP നേതാക്കളടക്കം അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിതീഷിനെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. നിതീഷിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ബീഹാറിൽ അടുത്ത സർക്കാർ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയൊരു വിജയം തന്നെയാണ് അവിടെ NDAക്ക് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഈ തോൽവിയെക്കുറിച്ച് ഇനി കോൺഗ്രസിൻ്റെ നേതാക്കളും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിലെ മറ്റുള്ളവരോടും ഉത്തരം പറയേണ്ടത് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പറയേണ്ടി വരുമെന്നുള്ളതും ഒരു കാര്യമാണ്. ശരി, ഒരു ഭാഗത്ത് ഡൽഹിയിൽ അതേപോലെ ബീഹാറിലും രണ്ടിടങ്ങളിലും ഇപ്പോൾ വലിയ രീതിയിൽ NDAയുടെയും BJP-യുടെയും സഖ്യകക്ഷികളുടെയും എല്ലാം ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ BJP ആസ്ഥാനത്ത് എത്തിച്ചേർന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. നിരവധി പേർ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം നിരാശാജനകമാണ് എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട് പ്രതികരിച്ചത്. മഹാസഖ്യത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി BJP ഓരോ സ്ത്രീകൾക്കും 10,000 രൂപ വീതം നൽകിയെന്നാണ് ഗെഹ്ലോട്ട് ആരോപിച്ചിരിക്കുന്നത്. പ്രചാരണം നടക്കുമ്പോൾ പണം നൽകിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശബ്ദ കാഴ്ചക്കാരായി എന്നും ഗെഹ്ലോട്ട് പറഞ്ഞു. निराशाजनक है, इसमें कोई दो राय नहीं, क्योंकि जिस प्रकार का माहौल हमने देखा, एक तो जो महिलाओं को 10-10 हज़ार रुपये दिए गए, प्रीमा फेसी मैं कह सकता हूँ प्रथम दृष्टिया तो मुझे लगता है 10-10 हज़ार रुपये दिए गए। वो चुनाव कैंपेन चला तब भी बांटे जा रहे थे, ऐसा कभी होता नहीं है। 10,000 रुपये बिहार जैसे प्रदेश में महिलाओं को मिल जाए तो आप सोचो क्या हो सकता है। एक तो वो फैक्टर भी था। ബീഹാർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പരാജയ കാരണം പഠിക്കാൻ പാർട്ടിക്ക് കൃത്യമായ ഉത്തരവാദിത്വമുണ്ട് എന്ന് ശശി തരൂർ MP. എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രചാരണത്തിൽ നേരിട്ട് പങ്കാളികളായവർ തോൽവിയുടെ കാരണങ്ങൾ വിശദീകരിക്കണമെന്നും തന്നെ പ്രചാരണത്തിന് ക്ഷണിച്ചിരുന്നില്ല എന്നും ശശി തരൂർ പറഞ്ഞു. സ്ത്രീ വോട്ടർമാർക്ക് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വലിയ രീതിയിൽ അവർ സഹായങ്ങൾ നൽകിയിരുന്നു. സംസ്ഥാന സർക്കാരുകൾ ഇത്തരത്തിൽ സഹായങ്ങൾ നൽകുന്നത് പുതുമയുള്ളതല്ല. അത് ചെയ്യുന്നതിൽ നിന്ന് സർക്കാരുകളെ തടയാനും കഴിയില്ലെന്നും ശശി തരൂർ പറഞ്ഞു. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. സുപ്രീം കോടതിയെ സമീപിക്കാനും കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ നടക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. SIR-ന്റെ ഭാഗമായുള്ള നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കണമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാനിച്ച് ഡിസംബർ 20-ന് ശേഷം മാത്രമേ ആരംഭിക്കാവൂ എന്നുമായിരുന്നു ഹർജിയിലെ ആവശ്യം. എന്നാൽ ഇന്നലെ വാദം കേട്ട ശേഷം SIR-ന് അടിയന്തര സ്റ്റേ നൽകാനാവില്ല
എന്നറിയിച്ച ഹൈക്കോടതി ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുന്നതാകും ഉചിതമെന്ന് നിർദ്ദേശിച്ചിരുന്നു. SIR-മായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നത് സുപ്രീം കോടതിയാണെന്നും മറ്റ് സംസ്ഥാനങ്ങളുടെ കേസുകളെല്ലാം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണുള്ളതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചാ കേസിൽ FIR-കളുടെ പകർപ്പും മൊഴികളുടെയും വിവരങ്ങളും ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ സമീപിച്ചു. കള്ളപ്പണ ഇടപാട് നടന്നോ എന്ന് പരിശോധിക്കണമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ നൽകിയ അപേക്ഷയിൽ വ്യക്തമാക്കുന്നത്. FIR-ന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് റാന്നി കോടതിയിൽ ED നൽകിയ അപേക്ഷ തള്ളിയിരുന്ന കാര്യം ഓർമ്മിക്കുക. തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. EDയുടെ ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കുമെന്നാണ് വിവരം. അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘങ്ങൾക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് കോടതി അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ 4ാം പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. ചൊവ്വാഴ്ച വരെയാണ് അറസ്റ്റ് തടഞ്ഞത്. ജയശ്രീയുടെ മുൻകൂർ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ നടപടി. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട റാന്നി ജില്ലാ സെഷൻസ് കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് ജയശ്രീ ഹൈക്കോടതിയെ സമീപിച്ചത്. കേസ് ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. മിനിറ്റ്സ് തിരുത്തി 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയശ്രീ സ്വർണ്ണപ്പാളികൾ കൈമാറിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ശില്പങ്ങളുടെ പാളികൾ കൊടുത്തുവിടാൻ ഒത്താശ ചെയ്തുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. 2017 ജൂലൈ മുതൽ 2019 ഡിസംബർ വരെ ജയശ്രീയായിരുന്നു ദേവസ്വം ബോർഡ് സെക്രട്ടറി. അതിനുശേഷം 2020 മെയ്യിൽ വിരമിക്കുന്നതുവരെ തിരുവാഭരണം കമ്മീഷണറായും പ്രവർത്തിച്ചു. ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ A. പത്മകുമാറിനെ വൈകാതെ തന്നെ ചോദ്യം ചെയ്യും. കഴിഞ്ഞ 3 തവണ നോട്ടീസ് നൽകിയപ്പോഴും A. പത്മകുമാർ ഹാജരായിരുന്നില്ല. ഇനി സമയം നീട്ടി നൽകാനാകില്ല എന്ന നിലപാടിലാണ് പ്രത്യേക അന്വേഷണ സംഘം. കൊട്ടാരക്കര സബ് ജയിലിൽ കഴിയുന്ന ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണർ N. വാസുവിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി വൈകാതെ കസ്റ്റഡി അപേക്ഷ നൽകും. തൃണമൂൽ കോൺഗ്രസ് സ്റ്റേറ്റ് കോർഡിനേറ്റർ PV അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള അമ്യൂസ്മെന്റ് പാർക്കിൽ വിജിലൻസിന്റെ പരിശോധന. മഞ്ചേരി സിൽസില അമ്യൂസ്മെന്റ് പാർക്കിലാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരം വിജിലൻസ് ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തിയത്. ബീഹാറിലെ മിന്നുന്ന വിജയത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ BJP ആസ്ഥാനത്തിന് മുന്നിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയാണിപ്പോൾ തത്സമയം. जय छठी मैया, जय छठी मैया। ये प्रचंड जीत, ये अटूट विश्वास बिहार के लोगों ने बिल्कुल गर्दा उड़ा दिया है। आज बिहार के घर घर में मखाने की खीर बनाना पक्का कर दिया है। और मुझे खुशी हुई कि यहां भी मखाना की खीर सबको खिलाई गई है। हम NDA के लोग, हम तो जनता जनार्दन के सेवक है। हम अपनी मेहनत से जनता का दिल खुश करते रहते हैं और हम तो जनता जनार्दन का दिल चुरा कर बैठे हुए हैं। और इसलिए पूरा बिहार ने आज बता दिया है, फिर एक बार NDA सरकार, फिर एक बार, फिर एक बार, फिर एक बार। और मैंने चुनाव में बार बार कहा था
और बिहार के चुनाव में जब मैं जंगल राज की बात करता था, कट्टा सरकार की बात करता था, तो आरजेडी के लोग कभी विरोध नहीं करते थे, लेकिन कांग्रेस वालों को बहुत चुभता था और बहुत बहुत मोदी क्या बोल रहे हैं, ऐसा क्या बोल रहे हैं। लेकिन आज मैं फिर कहना चाहता हूं, मैं कहूंगा अब वापस नहीं आएगी कट्टा सरकार, अब वापस नहीं आएगी, अब वापस नहीं आएगी, अब वापस नहीं आएगी। साथियों, बिहार के लोगों ने विकसित बिहार के लिए मतदान किया है। बिहार के लोगों ने समृद्ध बिहार के लिए मतदान किया है। मैंने चुनाव प्रचार के दौरान बिहार की जनता से रिकॉर्ड वोटिंग के लिए आग्रह किया था और बिहार के लोगों ने सारे रिकॉर्ड तोड़ दिए। मैंने बिहार के लोगों से एनडीए को प्रचंड विजय दिलाने का आग्रह किया था। बिहार की जनता ने मेरा ये आग्रह भी माना। बिहार ने 2010 के बाद का सबसे बड़ा जनादेश एनडीए को दिया है। मैं बहुत विनम्रता से एनडीए के सभी दलों की ओर से बिहार की महान जनता का आभार व्यक्त करता हूं। मैं बिहार की महान जनता को आदरपूर्वक नमन करता हूं। मैं आज लोकनायक जयप्रकाश नारायण जी, भारत रत्न कर्पूरी ठाकुर जी को भी आदरपूर्वक नमन करता हूं। कर्पूरी ठाकुर जी के गांव से मैंने बिहार में चुनाव अभियान की शुरुआत की थी। अब आज की ये विजय हमें संकल्पित कर रही है कि बिहार के विकास को नई ऊंचाइयों पर ले जाएं। साथियों, एक पुरानी कहावत है, लोहा लोहे को काटता है। बिहार में कुछ दलों ने तुष्टीकरण वाला MY माय फॉर्मूला बनाया था, पर आज की इस जीत ने एक नया सकारात्मक MY माय फॉर्मूला दिया है और ये है महिला और यूथ। आज बिहार देश के उन राज्यों में है जहां सबसे ज्यादा युवाओं की संख्या है और इसमें हर धर्म हर जाति की युवा है। उनकी इच्छा, उनकी आकांक्षा और उनके सपनों ने जंगल राज वालों के पुराने सांप्रदायिक माय फॉर्मूले को
पूरी तरह ध्वस्त कर दिया है। मैं आज बिहार के युवाओं का विशेष रूप से अभिनंदन करता हूं। मैं बिहार की बहनों बेटियों को नमन करता हूं। मैं बिहार के किसानों, श्रमिकों, दुकानदारों, पशुपालकों, मछली पालकों, सभी को नमन करता हूं। साथियों, मैं एनडीए की पूरी टीम को भी बहुत बहुत बधाई देता हूं। नीतीश जी ने शानदार नेतृत्व दिया। भारतीय जनता पार्टी के प्रदेश अध्यक्ष दिलीप जायसवाल जी, सम्राट चौधरी जी, विजय कुमार सिन्हा जी, उन्होंने लगातार मेहनत की। हमारे जीतन राम मांझी जी, कुशवाहा जी, चिराग जी ने बहुत बेहतरीन लीडरशिप दिखाई है। एनडीए के कार्यकर्ताओं ने भी बूथ लेवल पर तालमेल का अद्भुत प्रदर्शन किया है। मैं देश भर के भाजपा कार्यकर्ताओं का भी हृदय से अभिनंदन करता हूं। आपने बिहार के हमारे कार्यकर्ताओं के साथ मिलकर भाजपा की एनडीए की झोली को एक शानदार विजय से भर दिया है। मैं जम्मू कश्मीर के नगरोटा के लोगों का और उड़ीसा में नुआपड़ा की जनता का भी आभार व्यक्त करता हूं। उन्होंने उपचुनावों में भाजपा की जीत पक्की की है। साथियों, आज सिर्फ एनडीए की विजय ही नहीं हुई है, ये लोकतंत्र की भी विजय है। भारत के लोकतंत्र पर भरोसा करने वालों की भी विजय है। इस चुनाव ने भारत के चुनाव आयोग पर जनता के विश्वास को और मजबूत किया है। बीते कुछ सालों से लगातार भारी मतदान होना, वंचितों, शोषितों द्वारा ज्यादा से ज्यादा मतदान करना, ये चुनाव आयोग की बहुत बड़ी सिद्धि है। साथियों, ये वही बिहार है जो पहले माओवादी आतंक वहां पर हावी था, जहां पर नक्सल प्रभावित इलाकों में 3 बजे वोटिंग खत्म हो जाती थी। ये बहुत कम लोगों को पता होगा। बाकी स्थान पर पूरा समय मतदान होता था, लेकिन उस क्षेत्र में 3 बजे के बाद मतदान कराना भी मुश्किल होता था। लेकिन इस बार के चुनाव में बिहार में बिना किसी डर के लोगों ने उत्साह और उमंग के साथ एक उत्सव की तरह वोट दिया है। बिहार में जब जंगल राज था, तब क्या क्या होता था ये भी आप जानते हैं। सरेआम मतदान केंद्रों पर हिंसा होती थी, मतपेटियां लूटी जाती थी। आज वही बिहार रिकॉर्ड मतदान कर रहा है, शांतिपूर्ण मतदान कर रहा है। हर किसी का मत दर्ज हुआ, हर किसी ने अपनी पसंद से मत दिया है। साथियों, रीपोलिंग के आंकड़े भी
इस बदलाव की गवाही देते हैं। पहले बिहार में कोई चुनाव ऐसा नहीं रहता था जहां रीपोल नहीं होता था। जैसे 2005 से पहले सैकड़ों जगह पर रीपोलिंग हुई थी। 1995 में 1,500 से ज्यादा पोलिंग बूथों पर रीपोलिंग हुई थी। साल 2000 के चुनाव में भी करीब 1,500 जगहों पर फिर से चुनाव करना पड़ा था। लेकिन जैसे ही जंगल राज गया, वैसे वैसे स्थितियां ठीक होती गई और इस बार 2 चरण के इस चुनाव में कहीं पर भी रीपोल करने की नौबत नहीं आई। इस बार शांतिपूर्ण मतदान हुआ और इसके लिए मैं चुनाव आयोग, चुनाव से जुड़े हर कर्मचारी, हमारे सुरक्षा बल, बिहार के जागरूक मतदाता सभी का आज अभिनंदन करता हूं और देश को आप सभी पर गर्व है, ये मैं गर्व से कहना चाहता हूं। साथियों, बिहार के चुनावों ने एक और बात सिद्ध की है। अब देश का मतदाता, खास तौर पर हमारा युवा मतदाता, मतदाता सूची के शुद्धिकरण को बहुत गंभीरता से लेता है। बिहार के युवा ने भी मतदाता सूची शुद्धिकरण को जबरदस्त तरीके से सपोर्ट किया है और मैं मानता हूं कि लोकतंत्र की पवित्रता के लिए हर मतदाता का उसकी अहमियत होती है, उसका हक होता है। अब हर दल का यह दायित्व बनता है कि वे पोलिंग बूथ पर अपनी अपनी पार्टियों को सक्रिय करें और मतदाता सूची शुद्धिकरण के काम में उत्साह के साथ जुड़े, 100% योगदान दें ताकि बाकी जगहों पर भी मतदाता सूची का पूरी तरह शुद्धिकरण हो सके। साथियों, बिहार वो धरती है जिसने भारत को लोकतंत्र की जननी होने का गौरव दिया है। आज उसी धरती ने लोकतंत्र पर हमला करने वाली ताकतों को धूल चटाई है। बिहार ने फिर दिखाया है, झूठ हारता है, जन विश्वास जीतता है। बिहार ने डंके की चोट पर कह दिया है, जमानत पर चल रहे लोगों का जनता साथ नहीं देगी। साथियों, भारत अब सच्चे सामाजिक न्याय के लिए वोट कर रहा है, जहां हर परिवार को समानता, सम्मान
और अवसर मिलते हैं, और जहां अब तुष्टीकरण की कोई जगह नहीं, लेकिन तुष्टीकरण की जगह ले ली है संतुष्टीकरण ने। संतुष्टीकरण ये सबसे बड़ा मान है। भारत के लोग अब सिर्फ विकास चाहते हैं, तेज विकास चाहते हैं, विकसित भारत बनाना चाहते हैं। साथियों, नई सरकार के साथ एनडीए अब बिहार में 25 वर्षों की स्वर्णिम यात्रा की तरफ आगे बढ़ रहा है। बिहार ने यह सुनिश्चित किया है, बिहार की महान भूमि पर फिर कभी जंगल राज की वापसी नहीं होने वाली है। आज की ये जीत बिहार की उन माताओं, बहनों और बेटियों की है जिन्होंने सालों तक आरजेडी के शासन में जंगल राज का आतंक झेला है। ये जीत बिहार के उस नौजवान की है जिसके भविष्य को कांग्रेस और लाल झंडे वालों के आतंक के कारण बर्बाद किया गया। വാർത്തകൾ തുടരുന്നു. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്നുണ്ടായ അണുബാധയെ തുടർന്ന് ആണ് യുവതി മരിച്ചത് എന്ന പരാതിയിൽ വിദഗ്ധ സംഘം അന്വേഷണ റിപ്പോർട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകി. ശിവപ്രിയയുടെ മരണം അണുബാധ മൂലം തന്നെയാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സ്റ്റെഫലോകോക്കസ് എന്ന ബാക്ടീരിയയാണ് അണുബാധയ്ക്ക് കാരണം. അണുബാധ ഉണ്ടായത് ആശുപത്രിയിൽ നിന്നാണെന്ന് പറയാൻ കഴിയില്ല. ലേബർ റൂമിലും പ്രസവാനന്തര ശുശ്രൂഷ നൽകുന്ന ഇടങ്ങളിലും നടത്തിയ പരിശോധനയിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. കണ്ണൂർ പാലത്തായി പീഡനക്കേസിൽ പ്രതിയായ BJP നേതാവ് പത്മരാജൻ കുറ്റക്കാരനാണെന്ന് കോടതി. ബലാത്സംഗ കുറ്റം തെളിഞ്ഞു. ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. അധ്യാപകനും BJP നേതാവുമായ കുനിയിൽ പത്മരാജൻ സ്കൂളിലെ 10 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് കേസ്. നേരത്തെ കുട്ടിയുടെ മൊഴിയും മെഡിക്കൽ സർട്ടിഫിക്കറ്റും അടക്കമുള്ള തെളിവുകളുണ്ടായിട്ടും BJP നേതാവായ കുനിയിൽ പത്മരാജനെതിരെ പോലീസ് പോക്സോ വകുപ്പ് ഒഴിവാക്കി കുറ്റപത്രം നൽകിയത് വിവാദമായിരുന്നു. 2020 ജനുവരി 15-നും ഫെബ്രുവരി 2-നും ഇടയിൽ സ്കൂളിലെ വാഷ്റൂമിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. ഷെയ്ൻ നിഗം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഹാൽ എന്ന സിനിമയിൽ 2 സീനുകൾ ഒഴിവാക്കാനും ചില സംഭാഷണങ്ങൾ മ്യൂട്ട് ചെയ്യാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം ഒഴിവാക്കണം. ധ്വജപ്രമാണത്തിലെ ധ്വജ എന്ന പ്രയോഗം മ്യൂട്ട് ചെയ്യണം. മത അടിസ്ഥാനത്തിലുള്ള വിവാഹത്തിൻ്റെ കണക്ക് പറയുന്ന ഭാഗവും മ്യൂട്ട് ചെയ്യണം. നിർമ്മാതാക്കളുടെ ആവശ്യപ്രകാരം സിനിമ കണ്ട ശേഷമാണ് ജസ്റ്റിസ് VG അരുണിൻ്റെ ഉത്തരവ്. സിനിമയ്ക്ക് 19 കട്ടുകൾ സെൻസർ ബോർഡ് നിർദ്ദേശിച്ചുവെങ്കിലും കൂടുതൽ കത്രിക പ്രയോഗം കോടതി അനുവദിച്ചില്ല. മാറ്റങ്ങൾ വരുത്തിയ ശേഷം നിർമ്മാതാക്കൾക്ക് സെൻസർ ബോർഡിനെ സമീപിക്കാം. നിർമ്മാതാക്കൾ അപേക്ഷ സമർപ്പിച്ചാൽ 2 ആഴ്ചയ്ക്കകം തീരുമാനമെടുക്കണം. ബീഫ് വിളമ്പുന്ന രംഗമടക്കം ഒഴിവാക്കണമെന്നും ധ്വജപ്രണാമം, സംഘം, കാവൽ ഉണ്ട് തുടങ്ങിയ പദപ്രയോഗങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നിഷേധിച്ചത്. സിനിമയ്ക്ക് U സർട്ടിഫിക്കറ്റ് നൽകില്ല എന്ന് സെൻസർ ബോർഡ് നേരത്തെ അറിയിച്ചിരുന്നു. ദേശീയ ചലച്ചിത്ര അവാർഡിന് ബൊഗെയ്ൻവില്ല എന്ന ചിത്രം പരിഗണിക്കണം എന്ന അപേക്ഷ പരിശോധിക്കാൻ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. പോർട്ടലിലെ സാങ്കേതിക തകരാറ് കാരണം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നിർമ്മാതാക്കളായ അമൽ നീരദ് പ്രൊഡക്ഷൻസ് കോടതിയെ സമീപിച്ചത്. അവസാനഘട്ടം സാങ്കേതിക തകരാർ കാരണം പണമടയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന് ഹർജിക്കാർ ബോധിപ്പിച്ചു. സമയം നീട്ടിച്ചോദിച്ച് ഒക്ടോബർ 31-ന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു. ബൊഗെയ്ൻവില്ല നിരൂപക പ്രശംസ നേടിയ ചിത്രമാണെന്നും
2024 സംസ്ഥാന ചലച്ചിത്രമേളയിൽ 7 പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ടെന്നും ദേശീയ തലത്തിൽ മത്സരിക്കാനുള്ള അവസരം നിഷേധിക്കുന്നത് നിർമ്മാണ കമ്പനിയെ മാത്രമല്ല കലാപ്രവർത്തകരെയും ബാധിക്കുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയ സെക്രട്ടറി 10 ദിവസത്തിനകം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് ജസ്റ്റിസ് VG അരുൺ നിർദ്ദേശിച്ചു. കുടുംബ കോടതിയിലെ കേസ് ഒത്തുതീർപ്പാക്കാൻ കക്ഷി നൽകിയ പണം തട്ടിയ അഭിഭാഷകയെ അറസ്റ്റ് ചെയ്യാത്തതിൽ തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിക്ക് ഹൈക്കോടതിയുടെ വിമർശനം. പ്രതിയായ വനിതാ അഭിഭാഷകയെ അറസ്റ്റ് ചെയ്യാത്തതിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. അന്വേഷണത്തിൽ പുരോഗതിയില്ല എന്നും കോടതി വിമർശിച്ചു. നെടുമങ്ങാട് കുടുംബ കോടതിയിൽ കേസ് ഒത്തുതീർപ്പാക്കാൻ ഹാഷിം എന്നയാൾ നൽകിയ 40 ലക്ഷം രൂപ അഭിഭാഷകയായ സുലൈഖയും ഭർത്താവും ചേർന്ന് തട്ടിയെന്നാണ് കേസ്. അഭിഭാഷകയെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്തിയില്ല എന്ന് പോലീസ് അറിയിച്ചു. അന്വേഷണം കാര്യക്ഷമമാക്കാനും ജില്ലാ പോലീസ് മേധാവിയോട് മേൽനോട്ടം വഹിക്കാനും കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി. ആദ്യം കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലായിരുന്നു ഓറഞ്ച് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത്. പിന്നീട് മലപ്പുറം, കോഴിക്കോട്, പത്തനംതിട്ട എന്നീ ജില്ലകൾ കൂടി ഓറഞ്ച് മുന്നറിയിപ്പിന്റെ പരിധിയിൽപ്പെടുത്തി. ഈ ജില്ലകളിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കേരള തീരത്ത് കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോഴിക്കോട് മണശ്ശേരിയിൽ കനത്ത ഇടിമിന്നലും മഴയുമുണ്ടായി. ഇടിമിന്നലിൽ പന്നൂളി സ്വദേശി രാജന്റെ വീട്ടിലെ പൂച്ച ചത്തു. ഇടിമിന്നലിൽ വീടിന്റെ വയറിംഗ് പൂർണ്ണമായും കത്തിനശിച്ചു. ഇടിമിന്നലിൽ നിന്ന് തലനാരിടയ്ക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത്. പ്രദേശത്ത് കനത്ത മഴയാണ്. അടുത്ത വീട്ടിലും മിന്നലേറ്റു. കനത്ത മഴയിലും ഇടിമിന്നലിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ഞാൻ മോള് വീട്ടിലിരിക്കുകയായിരുന്നു. മോള് ബാത്റൂമിലായിരുന്നു. ഞാൻ കട്ടിൽ മോള് ഫോൺ നോക്കി കുത്തിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ട് ഫോണ് കഴിഞ്ഞ് തെറച്ചും പോയി. പിന്നെ നോക്കുമ്പോൾ ഫുള്ള് ഇവിടെ മീറ്റർ ബോർഡ്, ജനല്, ചുമര്, സ്ലാവ് ഒന്നും പറയുന്നത് എനിക്ക് പിടുത്തം കിട്ടുന്നുമില്ല. പൂച്ച ചത്ത് ഇതാ അടുത്ത വീട്ടിലുണ്ട്. ഇവിടെ തെറച്ച് അപ്പുറത്ത് പോയി ദീപാരി വന്ന വീട്ടിൽ അവർക്ക് പോലും പറ്റിയിട്ടുണ്ട്. തെങ്ങ് സൈഡ് ആയിപ്പോയി. കേരള വിഷന്റെ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന പദ്ധതിയുടെ ഭാഗമായി ശിശുദിനത്തിൽ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്തു. വിനേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ശ്രീറാം കെ ബേബി കിറ്റുകൾ കൈമാറി. കേരള വിഷൻ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് കാരുണ്യ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ 88ഓളം വരുന്ന സർക്കാർ ആശുപത്രികളിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്തു വരുന്നു. ശിശുദിനത്തിൽ വിന്നേഴ്സ് റോയൽ വർഷ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡുമായി ചേർന്നാണ് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ ബേബി കിറ്റുകൾ വിതരണം ചെയ്തത്. വിന്നേഴ്സ് റോയൽ വർഷ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ശ്രീറാം കെ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സിമ സിക്ക് ബേബി കിറ്റുകൾ കൈമാറി. കാരുണ്യ പദ്ധതികളിൽ കേരള വിഷനുമായി തുടർന്നും കൈകോർക്കുമെന്ന് വിന്നേഴ്സ് റോയൽ വർഷ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ശ്രീറാം കെ പറഞ്ഞു. ശിശുദിനത്തിൻ്റെ അന്ന് തന്നെ ഇങ്ങനെ ഒരു പരിപാടി നമുക്ക് കേരള വിഷനുമായി ചേർന്ന് ഇതിൻ്റെ 3rd ഫേസ് എന്ന ഉദ്ഘാടനം ഇവിടെ നടന്നു. അതിൽ പങ്കുചേരാൻ കഴിഞ്ഞതിനകത്ത് വിന്നേഴ്സ് റോയൽ വർഷയ്ക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ തുടക്കം മുതൽ തന്നെ കേരള വിഷനുമായിട്ട് പല പദ്ധതികളും സഹകരിച്ച് പോകുന്ന ഒരു സ്ഥാപനമാണ്. വിന്നേഴ്സ് റോയൽ വർഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഏതാനും 2.5 വർഷം മുമ്പ് യാത്ര തുടങ്ങിയതാണ്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ 55 ബ്രാഞ്ചുകളും തമിഴ്നാട്ടിൽ 57 ബ്രാഞ്ചുകളുമുണ്ട്. സോ ഇതൊരു ജനപങ്കാളിത്തമുള്ള ഒരു സംരംഭമായിട്ട് മുമ്പോട്ട് പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. തുടർന്നുള്ള യാത്രകളിൽ ഇതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കേരള വിഷനുമായിട്ട് സഹകരിച്ചു പോകാൻ വിന്നേഴ്സിന് അതിയായ താല്പര്യമുണ്ട്. പദ്ധതിയുടെ ഭാഗമായതിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സിമ നന്ദി അറിയിച്ചു. തൃപ്പൂണിത്തുറ താലൂക്ക് ഹോസ്പിറ്റലിൽ നമ്മുടെ വിന്നേഴ്സ് റോയൽ വർഷ ആൻഡ് കേരള വിഷൻ ചാനൽ ചേർന്ന് എൻ്റെ കൺമണിക്കായി എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കൊച്ചുകുട്ടികൾക്ക് ബേബീസ് ന്യൂ ബോൺസിന് ബേബി കിറ്റ് വിതരണം ചെയ്തു. അതിന് ഇതിൻ്റെ ഭാരവാഹികൾക്കും ഒപ്പം തന്നെ കേരള വിഷൻ ചാനലിനും നമ്മുടെ പ്രത്യേക ഹോസ്പിറ്റലിൻ്റെ പേരിൽ പ്രത്യേക നന്ദി പറയുകയും സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. കേരള വിഷൻ ന്യൂസ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് രവികുമാർ എം എ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മെട്രോ 7 ചാനൽ MD MA സുമൻ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി RMO ഡോക്ടർ ലിജി, COA പ്രതിനിധി ഷിബു EJ, കേരള വിഷൻ ന്യൂസ് AGM കുര്യൻ തോമസ് എന്നിവർ
ആശംസകൾ നേർന്നു. ചടങ്ങിൽ കേരള വിഷൻ തൃപ്പൂണിത്തുറ റീജിയൻ പ്രൊപ്പറേറ്റർ സഞ്ജയ് വർമ്മ നന്ദി അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. കുവൈറ്റിലെ പ്രമുഖ സാംസ്കാരിക സാമൂഹിക സംഘടനയായ സാരഥി കുവൈറ്റ് 26ാമത് വാർഷികം ആഘോഷിച്ചതിന്റെ റിപ്പോർട്ടാണ് ഇനി. കുവൈറ്റിലെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക സംഘടനയായ സാരഥി കുവൈറ്റ് 26ാമത് വാർഷികം സാരഥിയം 2025 അതിവിപുലമായി ആഘോഷിച്ചു. അഹമ്മദി DPS ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ആഘോഷം മുഖ്യ അതിഥി ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി അഫയേഴ്സ് വിഭാഗം ഫസ്റ്റ് സെക്രട്ടറി മാനസ് രാജ് പട്ടേൽ ഉദ്ഘാടനം ചെയ്തു. സാരഥി ഇന്ത്യൻ സമൂഹത്തിന് നൽകുന്ന സേവനങ്ങളെ, വിശിഷ്യ ട്രൈബൽ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നൽകുന്ന സഹായങ്ങളെ മാനസ് രാജ് പട്ടേൽ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രത്യേകം പരാമർശിച്ചു. സാരഥിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യൻ എംബസിയുടെ എല്ലാ സഹായങ്ങളും ഉണ്ടാകുമെന്നും അറിയിച്ചു. UAE പ്രമുഖ വ്യവസായിയും സേവനം UAE ചെയർമാനുമായ ശ്രീ MK രാജൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ആഗോള ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സാരഥിയുടെ ഈ വർഷത്തെ ഗുരുദേവ കർമ്മശ്രേഷ്ഠ അവാർഡ് ശ്രീ MK രാജന് നൽകി ആദരിച്ചു. സാരഥിയം 2025 സ്മരണിക വിശിഷ്ടാതിഥി MK രാജന് സ്മരണിക കമ്മിറ്റി കൺവീനർ സൈഗാൾ സുശീലൻ നൽകി പ്രകാശനം ചെയ്തു. സാരഥി അംഗം സുലേഖ അജി എഴുതിയ വെള്ളാരങ്കല്ലുകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും 93ാമത് ശിവഗിരി തീർത്ഥാടന പതാകയും കൈമാറ്റവും, സാരഥി കുവൈറ്റ് സിൽവർ ജൂബിലിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച 25 വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പ് പ്രോഗ്രാമിന്റെ ഔദ്യോഗികമായ തുടക്കവും 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയ സാരഥി അംഗങ്ങളുടെ കുട്ടികൾക്കുള്ള ശാരദാംബ എക്സലൻസ് അവാർഡും വേദിയിൽ നൽകി ആദരിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ ജീവചരിത്രവും ഗുരുദേവ കൃതികളും ആസ്പദമാക്കി IV സുനേഷ് വിങ്ങര സംവിധാനം ചെയ്ത് സാരഥിയുടെ കലാകാരന്മാർ അണിയിച്ചൊരുക്കിയ ഗുരുപ്രസാദം എന്ന ഹൃദയസ്പർശിയായ സംഗീത നൃത്ത നാടകം കാണികൾക്ക് നയനാനന്ദകരമായ ദൃശ്യവിരുന്ന് നൽകി. നിത്യാമാമൻ, അഭിജിത്ത് കൊല്ലം, ഗോകുൽ ഗോപകുമാർ, ശ്യാം എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഗീത വിരുന്ന് സാരഥിയുടെ 2025 ആഘോഷ പരിപാടിയുടെ മാറ്റുകൂട്ടുന്ന ഒരു പരിപാടിയായിരുന്നു. സാരഥി പ്രസിഡന്റ് ജിതേഷ് MP അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സാരഥി ജനറൽ സെക്രട്ടറി വിനോദ് ചീപ്പാറയിൽ, സാരഥി ട്രസ്റ്റ് ചെയർമാൻ ജിതിൻ ദാസ്, വനിതാവേദി ചെയർപേഴ്സൺ ബിജി അജിത് കുമാർ, ഗുരുകുലം പ്രസിഡന്റ് അലഗ്ര പ്രജിത്ത് എന്നിവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മഞ്ജു സുരേഷ് സ്വാഗതവും ആക്ടിംഗ് ട്രഷറർ വിനോദ് വാസുദേവൻ നന്ദിയും പ്രകാശിപ്പിച്ചു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര. ഇനി അല്പനേരം ഇനി ഞാനൊന്ന് പറയട്ടെ എന്ന പരിപാടി കാണാം. അതിനുശേഷം 8 മണിക്ക് എഡിറ്റേഴ്സ് അനാലിസിസുമായി തിരികെ എത്താം. ഇനി ഞാനൊന്ന് പറയട്ടെ. എന്നാലും നമുക്ക് എവിടെയായിരിക്കും പഴച്ചുണ്ടാവും? ഒരുപാട് വാഗ്ദാനമൊക്കെ കൊടുത്തു. ആ ക്ഷേമ പെൻഷൻ, അതുപോലെ മെമ്പർമാർക്ക് പെൻഷൻ കൂട്ടി കൊടുക്കാന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും നമ്മൾ അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. ആ ഒന്ന് ഞെട്ടിയോ? ഇവിടെ എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ലടാ. അതും ശരിയാ. എന്താണ് ഇവിടെ കലിംഗ സംവാദമാണോ? അല്ലടാ, ഞാനേ നമ്മുടെ ബീഹാറിൽ ഒന്നും എനിക്ക് തോറ്റിട്ടുണ്ടായിരുന്നു. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന് മുന്നേറ്റം നടത്തി. ഇപ്പം വെറും 4 സീറ്റടാ. അത് കോൺഗ്രസിന് 4 സീറ്റ്. ഇത് 46 എന്നൊക്കെ പറയുമ്പോഴേ ഞാനൊരു 100 എന്തായാലും കിട്ടുന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ വാഗ്ദാനങ്ങൾ മാത്രം കൊടുത്താൽ അതേ കിട്ടുള്ളൂ മിസ്റ്റർ. എടാ, വാഗ്ദാനം അങ്ങനെ എല്ലാവരും കൊടുക്കുന്നില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, എന്തൊരു അട്ടിമറി നടന്നിട്ടുണ്ട്. കാരണം എന്താ അറിയോ, നമ്മൾ ഗലോഡ്ജി പറഞ്ഞൊരു കാര്യമുണ്ട്. സ്ത്രീകൾക്ക് 10,000 രൂപ വെച്ച് കൊടുക്കും. നമ്മുടെ സത്യമായിരിക്കും, നിങ്ങളെ കറക്റ്റായിരിക്കും. എന്നാ ഞാനൊന്ന് പറയട്ടെ, നാണം ഉണ്ടോടോ? കണക്ക് പറയാം. ഇവിടെ വാഗ്ദാനങ്ങൾ മാത്രം കൊടുത്തോണ്ട് കാര്യമായില്ല. അപ്പുറത്തെ ഞങ്ങളുടെ NDA മുന്നണി വാഗ്ദാനങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഈ 10,000 രൂപയെ ചുമ്മാ വീട്ടിൽ പോയി കൊടുത്തതല്ല, പ്രഖ്യാപിച്ച പോലെ തന്നെ പറഞ്ഞു കൊടുത്തതാ. പുച്ഛം. പുച്ഛല്ലടാ, നീ ആലോചിച്ച് നോക്കൂ. നമ്മൾ എന്തെല്ലാം കൊണ്ടുവന്നു. നമ്മുടെ രാഹുൽജി മറ്റേ SIR, അതായത് 2004 ശേഷം ആദ്യമായിട്ടാണ് ബീഹാറിൽ SIR വരുന്നത്. പക്ഷെ ആ SIR ക്രമക്കേടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അതുപോലെ മറ്റേ നമ്മുടെ ഈ വോട്ട് ചോരി ആരോപണം, ഇത്രയൊക്കെ ആരോപണം നിങ്ങൾക്കെതിരെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നമ്മൾ തോറ്റു? അതാണ് എൻ്റെ ചോദ്യം. തോറ്റു മിസ്റ്റർ. ഇനിയെങ്കിലും മനസ്സിലാക്കുക, നിങ്ങൾ എന്തിനാ ഈ ന്യായീകരിക്കാൻ നിൽക്കുന്നത്? ആവശ്യമില്ലാതെ ചുമ്മാ ന്യായീകരിച്ച് അവസാനം EVM തട്ടിപ്പ്, എന്തോരോ ആരോപണങ്ങൾ. ക്യാപ്സ്യൂളൊക്കെ റെഡിയല്ലേ? ക്യാപ്സ്യൂളോ? ഓ, ക്യാപ്സ്യൂൾ ഒന്ന് കേട്ടിട്ടേ ഇല്ല. ഓ,
ബീഹാറിൽ എന്തുകൊണ്ട് NDA ജയിച്ചു എന്ന് താൻ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് ആലോചിക്കാം. ഈ പ്രഖ്യാപനങ്ങളും ഒക്കെ തന്നെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. വനിതാ വോട്ടർമാർക്കേ നിതീഷ് ജിയെ മതി. പിന്നെ ആകെക്കൂടെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് നിതീഷ് ജി നിങ്ങളുടെ സഖ്യത്തിലോട്ട് വന്നാലോ എന്നുള്ളൊരു പേടിയാണ്. ശരിയില്ല. അഥവാ നിതീഷ് ജി പോയാലേ ഒറ്റയ്ക്കുണ്ടാക്കാൻ ഒരു സർക്കാർ ഞങ്ങളുടെ BJPക്കുണ്ട്. അതായത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആണ്. നിതീഷ് കുമാറിന് JDU അങ്ങോട്ടൊന്ന് പോയാലും ഞങ്ങളുടെ BJP ബാക്കിയുള്ള കക്ഷികളെ കൂട്ടുപിടിച്ച് കേവല ഭൂരിപക്ഷം എത്തും. അതായത് 122. എത്ര ഇപ്പൊ എത്ര കണക്ക്? ഡബിൾ സെഞ്ചുറി. അതൊക്കെ സംഭവിക്കും, സ്വാഭാവികമാണ്. എന്നാലും നമ്മളെങ്ങനെ തോറ്റു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്ര ആരോപണം വന്നു, ഇത്ര വാഗ്ദാനം കൊടുത്ത്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ഒരു സർവേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യ തേജസ്വി യാദവാണ് സർവേ വന്നു. അട്ടിമറി എന്ന എൻ്റെ ആരോപണത്തിൽ ഞാൻ ഉറച്ച് നിൽക്കുന്നു. 3 പ്രാവശ്യം ഉറച്ച്. നിങ്ങൾ ഉറച്ച് നിൽക്കണം, ഉറച്ച് തന്നെ നിന്നോ, ഒപ്പട്ടെ നിന്നാ മതി. ബാക്കി ഭരണം ഞങ്ങൾ നോക്കിക്കോ. എന്നാലും നിങ്ങൾക്ക് ആ ഒരു വിലയിരുത്തൽ അങ്ങോട്ട് ശരിയായില്ല. വോട്ടർ അധികാർ യാത്ര ആരുടെയായിരുന്നു? രാഹുൽജിയുടെ. ഒപ്പം തേജസ്വി യാദവ് ഉണ്ടായിരുന്നു. ഓർമ്മിക്കല പൊന്നേ. ആ വോട്ടർ അധികാർ യാത്ര ബീഹാറിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ കൂടെ ഒന്ന് പോയി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് പ്രചരണത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും തേജസ്വി യാദവ് പോലും പറഞ്ഞിട്ടില്ല വോട്ടർ അധികാർ യാത്രയെക്കുറിച്ച്. ആദ്യമൊക്കെ ഒന്ന് പറഞ്ഞു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് തന്നെ മനസ്സിലായി ഇത് എവിടെയും കൊണ്ടെത്തുന്നില്ലെന്ന്. അവസാനം എന്താ പ്രാദേശിക വിഷയങ്ങൾ എടുത്തിട്ട് പ്രചരണം നടത്താൻ തുടങ്ങി. അങ്ങനെ കിട്ടിയ വോട്ടുകളായിരിക്കും ഇപ്പോൾ ഉള്ളത്. അപ്പോൾ SIR ഒന്നും എവിടെ ഏശിയില്ല, അല്ലെങ്കിൽ വോട്ടർ ചോരി ഒന്നും എവിടെ ഏശിയില്ല എന്നാണ് നീ പറയുന്നത്? SIR എവിടെ ഏശിയില്ല എന്നുള്ളത് മാത്രമല്ല, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നുള്ളത് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്നുള്ളതിന്റെ തെളിവാണല്ലോ ഈ NDAയുടെ തെരഞ്ഞെടുപ്പ് വിജയം. 6 ലക്ഷത്തോളം വോട്ടർമാരെ, 60 ലക്ഷത്തോളം വോട്ടർമാരെ നിങ്ങൾ ഒഴിവാക്കി. സംഭവം ക്രമക്കേടുണ്ട്, കാളി ക്രമക്കേടുണ്ട്. ക്രമക്കേടുണ്ട്. പിന്നെ താങ്കൾ തിരിക്കണോ? ഒന്നും പറയേണ്ട കാര്യമില്ല, ക്രമക്കേടുണ്ട്. ഞാൻ അംഗീകരിക്കില്ല. ഞാൻ എൻ്റെ ഇതിൽ ഉറച്ചു നിൽക്കുന്നു. ക്രമക്കേടുണ്ട്, പറയില്ല, ക്രമക്കേടുണ്ട്. എന്തായാലും പുറത്തു പറഞ്ഞല്ലോ, അതിൽ വലിയ സന്തോഷം. എന്തായാലും NDAയുടെ ഈ ഒരു വിജയം എന്നുള്ളതുണ്ടല്ലോ, അത് എടുത്തു പറയേണ്ട വിജയമാണ്. കാരണം റെക്കോർഡ് പോളിംഗ് ആയിരുന്നല്ലോ. കഴിഞ്ഞ തവണത്തെ പോളിംഗ് എത്ര ആയിരുന്നു അറിയാമോ? 60% താഴെയായിരുന്നു. ഇത്തവണ പോളിംഗ് എത്ര? ആദ്യഘട്ടത്തില് 64, രണ്ടാം ഘട്ടത്തില് 68, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 67. അതിൽ ഏറ്റവും കൂടുതൽ വനിതാ വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുണ്ട്. വനിതകൾക്ക് കൊടുത്ത 10,000 നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, 10,000 സ്ത്രീകൾക്ക് കൊടുത്തിട്ടാണ് ഈ വോട്ട് ഉണ്ടാക്കിയതെന്ന്. അങ്ങനെ തന്നെ ഉണ്ടാക്കിയത്. നീ ഇവിടെ അങ്ങ് ഉണ്ടായിക്കൊണ്ടിരുന്നോ? ഞാൻ പോവാ. ഞാനൊന്ന് പറയട്ടെ. അതായത് രമണ, ഈ ലല്ലു പ്രസാദ് യാദവിനെ പറ്റി നീ കൂടുതലും ഉണ്ടാകുന്നത് അറിയാലോ. അത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. ലല്ലു പ്രസാദ് യാദവ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്തെ 25 കൊല്ലം പിന്നിലായിരുന്നു വികസനത്തിന്റെ കാര്യത്തിൽ ബീഹാർ. നിതീഷ് കുമാർ വന്നപ്പം ആ 25 എന്നുള്ളത് 10 ആ വ്യത്യാസത്തിൻ്റെയാണ് ഇപ്പൊ കാണുന്ന ഈ ഒരു വിജയം എന്ന് പറഞ്ഞത്. പിന്നെ നിതീഷ് കുമാറിനെ മതി എല്ലാവർക്കും. ഇത്രയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുമെങ്കിലും നമ്മളെ തേജസ്വി പൊട്ടനാ അതിലെന്താ അങ്ങേർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ സർവേ കണ്ടോ നീ? സർവേ കണ്ടു. എന്നിട്ട് തേജസ്വി അത് മുഖ്യമന്ത്രി ആണെന്നാണ് ബീഹാറിലെ ജനങ്ങൾ പറഞ്ഞത്. എന്നിട്ടായോ? അത് ജനങ്ങൾക്ക് ഇല്ല. ഞാൻ കുറച്ചും കൂടെ വിശദമാക്കി തരട്ടെ. പറ. അതായത് അവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്, അവിടെ കൂടുതൽ യാദവ് വിഭാഗമല്ലേ, അറിയാലോ. തേജസ്വി യാദവ്, ലല്ലു പ്രസാദ് യാദവ്, മറ്റേ മൂത്തമൻ യാദവ്. എങ്ങനെയായാലും യാദവ് വിഭാഗത്തിന് അവിടെ വലിയൊരു മേൽക്കോയ്മയുണ്ട്. അപ്പം ഈ ലല്ലു പ്രസാദ് യാദവിന്റെ ഞാൻ ഒന്നും കൂടെ പറഞ്ഞതിൽ വിരോധമുണ്ടോ? ഇല്ല, നീ പറയാനാ. പറ. എന്തായാലും നിങ്ങൾ ജയിച്ചു. ഇനിയിപ്പോ ഞാൻ കേട്ടേ പറ്റൂ. നീ പറ. ലല്ലു പ്രസാദ് യാദവ് അധികാരത്തിൽ വന്നതിന് ശേഷം യാദവ് വിഭാഗത്തിന് വലിയൊരു മേൽക്കോയ്മ വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ യാദവ് വിഭാഗം മൊത്തം RJDയുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഇലക്ഷൻ എന്താ പറ്റിയത്?
വോട്ടെണ്ണി തുടങ്ങിയപ്പം യാദവ് വിഭാഗം ഭൂരിഭാഗമുള്ള പ്രദേശങ്ങളിൽ പോലും വോട്ട് ആർക്കാ? NDA മുന്നണിക്ക്. അതേപോലെ ആദ്യമായിട്ട് തുടങ്ങിയ പാർട്ടിയാ ഏതാ? ഹിന്ദുസ്ഥാൻ ആവാമി മോർച്ച. അധികകാലമായിട്ടില്ല ആ പാർട്ടി തുടങ്ങിയിട്ട്. ആ പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടി? അത് നിങ്ങൾ ഓർക്കേണ്ട കാര്യമില്ല. കോൺഗ്രസിന് എത്ര സീറ്റ് ഉണ്ട്? 5 എന്നാലും 10 താഴെയല്ലേ? അത്രയൊക്കെ തന്നെ ഉണ്ട് പുതിയ പാർട്ടിക്ക്. അത് കേരളത്തിൽ വരാനുള്ള പരിപാടിയിലേക്ക് കടക്കുക. കേരളത്തിൽ നിന്ന് കോൺഗ്രസ് പോയാൽ അതിന് പകരം HM ആവുമോ? അല്ലല്ല, ഈ എന്തായാലും ഇപ്പോഴും ടെൻഷൻ അടിക്കണ്ട, സമയമുണ്ട്. ടെൻഷൻ അടിക്കാൻ സമയമുണ്ട്. ടെൻഷൻ അല്ലെങ്കിലും ഉണ്ട്. കോൺഗ്രസ് കുറച്ച് താഴെ നമ്മൾ കയറി വരും. എത്രയൊക്കെ ആണെങ്കിലും ഒരു വലിയ വിഭാഗത്തിലേക്ക് തങ്ങളുടേതായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് കാര്യങ്ങൾ എത്തിക്കാൻ നമ്മുടെ ഇന്ത്യ മുന്നണിക്ക്, നമ്മുടെ അല്ല നിങ്ങളുടെ മഹാഗഠബന്ധൻ സഖ്യത്തിന് പറ്റിയില്ല. അതിൻ്റെ കൂടെ ഈ ഉൾപാർട്ടി ജനാധിപത്യം, ഈ വിഘടനവാദവും പ്രതിക്രിയാവാദവും പ്രഥമ ദൃഷ്ടി അകൽച്ചയിലായിരുന്നെങ്കിലും അവർ തമ്മിലുള്ള അന്തർധാര സോറി സാറേ, വിഷയത്തിൽ മാറി. ഉള്ളിലുള്ളതുകൊണ്ട് അതൊക്കെ പുറത്തു വരുന്നത് കുഴപ്പമില്ല. അപ്പം എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങിന് വിളിക്കാം. രാഹുൽജി ഇപ്പോൾ എവിടെ ഉണ്ട്? ആ മുഖം ഒന്ന് കാണാനായിരുന്നു. അദ്ദേഹം മറ്റ് പരിപാടികളുമായി തിരക്കിലാണ്. ഈ തോൽവിയുടെ അല്ലെങ്കിൽ സെറ്റ് നഷ്ടമായതിൻ്റെ ഒരു വേദന അദ്ദേഹത്തെ വിട്ട് മാറിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അദ്ദേഹം ഉടൻ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും തോറ്റു. ആ വിഷമം വിട്ടുമാറാതിരിക്കുന്നതാണ് നല്ലത്. അതിനനുസരിച്ച് പ്രവർത്തിച്ച ഭാവിയിലെങ്കിലും കോൺഗ്രസിന് ഇവിടെ ഒന്ന് കാലുറപ്പിച്ച് നിൽക്കാം. നീ അധികം അങ്ങോട്ട് കയറൊന്നും വേണ്ട, അടുത്തേര് നമ്മൾ വരും. അതിലൊരു തർക്കവും ആർക്കും വേണ്ട, അത്രേ ഉള്ളൂ. രാവിലെ പാട്ട് മത്സരം കൂടെ രാവിലെ പാട്ട് മത്സരമല്ല, നീ വേണത് വിളിച്ചോ, ചെസ് മത്സരം. അല്ല സോറി, മാറിപ്പോയി. അടുത്ത ഇലക്ഷൻ നമ്മൾ ജയിക്കും. എന്താ എനിക്കങ്ങ് രോമാഞ്ചം കയറിട്ടെ. അടുത്ത NDA വിജയം, ഇന്ത്യ സഖ്യം. അതായത് മഹാഗൺപത്. നീ ഇത് തൽക്കാലം എഴുതിക്കാൻ സ്ഥലമില്ല, നീ ഇത് മനസ്സിൽ കുറിച്ചിട്ടോ. അല്ലെങ്കിൽ ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. मेरे प्यारे भाइयों, अच्छे दिन आऊंगा. अच्छे दिन आऊंगा. അതെ, നമ്മളെ ഇന്ത്യ സഖ്യം വരുമ്പോൾ അച്ഛേ ദിൻ ആവുക, അല്ലാണ്ട് നിങ്ങൾ NDA വരുമ്പോൾ അല്ല അച്ഛേ ദിൻ ആവുക അല്ല. ഓക്കെ, എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. നിതീഷ് തന്നെ മുഖ്യമന്ത്രി ആകുമെന്നുള്ളതാണ് ഞങ്ങൾ ഇതുവരെ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പൊ നിതീഷ് വരിക, അടുത്ത നീ കണ്ടോ നമ്മളെ മുഖ്യമന്ത്രി എത്ര പേര് വേണമെന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഉപമുഖ്യമന്ത്രി 10 ആളെ കൂട്ടി. നിങ്ങളെ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ലേ? ജയിച്ചില്ലേ? തീർന്നില്ലേ? ഇലക്ഷൻ കഴിഞ്ഞില്ലേ? ഇനി ഞാനൊന്ന് പറയട്ടെ. ലാസർ ജേട്ടൻ